എന്തുകൊണ്ടാണ് പഴയകാലത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ഇത്രയധികം ഐശ്വര്യവും സമാധാനവും ഉണ്ടായിരുന്നത്? ആ ഒരു ആത്മീയ അടിത്തറ ഇന്നത്തെ കാലത്ത് നമുക്ക് എങ്ങനെ തിരികെ കൊണ്ടുവരാമെന്നാണ് ഈ അവതരണത്തിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കിയേ, ഒരു കാരണവുമില്ലാതെ കുടുംബത്തില് നിരന്തരം പ്രശ്നങ്ങള്, അപ്രതീക്ഷിതമായ അപകടങ്ങള്, അല്ലെങ്കിൽ ഒരു സമാധാനമില്ലായ്മ, ഇതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറില്ലേ? നമ്മൾ ഇതിനൊക്കെ ആധുനികമായ പല പരിഹാരങ്ങളും പരതി നടക്കും. പക്ഷേ ഇതിന്റെയൊക്കെ യഥാർത്ഥ കാരണം എപ്പോഴോ മറന്നുപോയ നമ്മുടെ കുടുംബ പാരമ്പര്യവുമായുള്ള അല്ലെങ്കിൽ നമ്മുടെ കുലദേവതയുമായുള്ള ബന്ധം മുറിഞ്ഞുപോയതായിരിക്കാം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും ഇതാണ് നമ്മളിന്ന് അന്വേഷിക്കുന്നത്. അപ്പോ നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത്. എന്താണ് ശരിക്കും ഈ കുലദേവത? ഈ ദേവതയെ നമ്മൾ മറന്നാലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? മറക്കപ്പെട്ട ആ ദേവതയെ കണ്ടെത്താനുള്ള അഷ്ടമംഗല പ്രശ്നം എന്ന രീതി. പിന്നെ അവസാനമായി ആ ഒരു അനുഗ്രഹം എങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരികെ കൊണ്ടുവരാം. ഇത്രയുമാണ് പെട്ടെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരി, നമുക്ക് നേരെ ആദ്യത്തെ ഭാഗത്തേക്ക് തന്നെ കടക്കാം. എന്താണ് ശരിക്കും ഈ കുലദേവത? തലമുറകളായി ഒരു കുടുംബത്തെ നിലനിർത്തുന്ന ആ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കുടുംബത്തെ വലിയൊരു മരമായിട്ടൊന്ന് സങ്കൽപ്പിച്ചു നോക്കിയേ. ഈ മരത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള വേരുകളാണ് കുലദേവത. നിങ്ങളുടെ പൂർവികർ തലമുറകളോളം ആ വേരുകൾക്ക് വെള്ളവും വളവും നൽകി വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചു. ആ വേരുകളിൽ നിന്നുള്ള ആത്മീയ ഊർജ്ജമാണ് ശരിക്കും മരത്തിന്റെ ശാഖകളായ നിങ്ങളെയും നിങ്ങളുടെ ഇന്നത്തെ കുടുംബാംഗങ്ങളെയും തഴച്ചു വളരാൻ സഹായിക്കുന്നത്. ആ വേരുകൾ ഉണങ്ങിപ്പോയാൽ പിന്നെ ശാഖകൾക്ക് എന്ത് സംഭവിക്കും? അവയ്ക്കൊരിക്കലും നിലനിൽപ്പില്ല, അല്ലേ? ഇതാണ് കുലദേവതയുടെ ഒരു അടിസ്ഥാന സങ്കല്പം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. പരമ്പരാഗതമായ ആദരവിന്റെ മുൻഗണനാക്രമം എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദേവതയെയും പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ എപ്പോഴും കേൾക്കുന്ന മാതൃദേവോഭവ, പിതൃദേവോഭവ എന്ന സങ്കല്പം തന്നെയാണിതും. ആദ്യം അമ്മ, പിന്നെ അച്ഛൻ, അതിനുശേഷം ഗുരു, ഇവർക്ക് ശേഷമേ സാക്ഷാൽ ദൈവത്തിന് പോലും സ്ഥാനമുള്ളൂ. അതുകൊണ്ട് ഈയൊരു ബഹുമാനം കൊടുക്കാതെ നമ്മൾ എന്ത് വലിയ പൂജ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല എന്ന് ചുരുക്കം. അപ്പോ അങ്ങനെ കാലം മാറി. നമ്മൾ പലരും പഠിക്കാനും ജോലിക്കുമായി പല നാട്ടിലേക്ക് കുടിയേറി. ഈ സമയത്ത് നമ്മുടെ ഈ പാരമ്പര്യങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അതാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിൽ നോക്കുന്നത്. ഈ ഒരു മാറ്റം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നോക്കൂ. തലമുറകൾക്ക് മുൻപ് നമ്മുടെയൊക്കെ തറവാടുകളിൽ വളരെ കൃത്യമായി പൂജകളും ആരാധനകളും നടന്നിരുന്നു. എന്നാൽ കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആളുകൾ ജോലിക്കും മറ്റുമായി നഗരങ്ങളിലേക്കും വിദേശത്തേക്കും കുടിയേറാൻ തുടങ്ങി. അതോടെ ഈ ദൈനംദിന കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ മറന്നു. ഇന്നത്തെ കാലത്തെത്തുമ്പോഴേക്കും എന്ത് സംഭവിച്ചു? പൂർവികർ കാത്തുസൂക്ഷിച്ച ആ ഒരു ദിവ്യബന്ധം പൂർണ്ണമായും തകർന്നു. ഈയൊരു ആത്മീയ ശൂന്യതയാണ് ആധുനിക കുടുംബങ്ങളെ ഒരുപാട് പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുന്നത്. ഈ രണ്ടവസ്ഥകളും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും വളരെ വലുതാണ്. കുലദേവതയുമായി നല്ല ബന്ധമുള്ളൊരു കുടുംബത്തിൽ എപ്പോഴും പോസിറ്റീവ് എനർജിയും സമാധാനവും നിറഞ്ഞു നിൽക്കും. അവർക്ക് നല്ലൊരു ആത്മീയ സംരക്ഷണവുമുണ്ടാവും. എന്നാൽ മറുവശത്ത് ഈ ബന്ധമില്ലാത്ത കുടുംബങ്ങളിലോ? വിശദീകരിക്കാനാവാത്ത കുടുംബ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, പെട്ടെന്നുള്ള സാമ്പത്തിക തകർച്ച എന്നിവയൊക്കെ അവർക്ക് നേരിടേണ്ടിവരും. ഈ പാരമ്പര്യ വിശ്വാസം കൃത്യമായി പറയുന്നത് തന്നെ ഇത്തരം പ്രതിസന്ധികൾ ഈ ആത്മീയ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം കാണും. ഈ ബന്ധം കാലക്രമേണ നഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മൾ എപ്പോഴോ മറന്നുപോയ ആ യഥാർത്ഥ കുലദേവതയെ എങ്ങനെ തിരികെ കണ്ടെത്തും? അതിനുള്ള വഴിയാണ് നമ്മളിനി നോക്കുന്നത്. ഇതൊരു വെറും ഊഹക്കച്ചവടമൊന്നുമല്ല കേട്ടോ. ഇതിനായി പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന വളരെ കൃത്യമായ ഒരു ജ്യോതിഷഗണിത രീതിയാണ് അഷ്ടമംഗല പ്രശ്നം. നിങ്ങളുടെ ഇന്നത്തെ കുടുംബവും പൂർവികർ പണ്ട് ചെയ്തിരുന്ന ആരാധനാരീതികളും തമ്മിലുള്ള ആ വിടവ് നികത്താൻ ഇത് നമ്മളെ സഹായിക്കും. കാലങ്ങളായി മറഞ്ഞുകിടക്കുന്ന ഇത്തരം വിവരങ്ങൾ കണ്ടെത്താൻ വളരെ പ്രഗത്ഭരായ ജ്യോതിഷികൾ സാധാരണയായി ഈ ഒരു രീതിയാണ് സ്വീകരിക്കാറുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 2 രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. ഒരു നല്ല ജ്യോതിഷിയെ കണ്ട് അഷ്ടമംഗല പ്രശ്നം നടത്താൻ എന്തായാലും കുറച്ചു സമയം എടുത്തേക്കാം. പക്ഷെ അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഉടനടി ചെയ്യാൻ കഴിയുന്ന വളരെ ലളിതമായൊരു കാര്യമുണ്ട്. ദിവസവും രാവിലെയും വൈകുന്നേരവും വീട്ടിൽ ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയാത്ത ആ ദേവതയെ മനസ്സിൽ സങ്കൽപ്പിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുടുംബത്തിന്റെ യഥാർത്ഥ ദേവതയെ കണ്ടെത്താൻ ഞങ്ങൾക്ക് വഴി കാട്ടിത്തരണമേ എന്ന് അപേക്ഷിക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു നല്ല തുടക്കമാണ്. ഇനി നമ്മുടെ അവസാന ഭാഗത്തേക്ക് വരാം. നിങ്ങളുടെ കുലദേവതയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം എക്കാലവും നിലനിർത്താൻ പ്രായോഗികമായി നമ്മൾ എന്തൊക്കെ ചെയ്യണം?
കുലദേവതയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥിരമായുള്ള ഉപാസന അഥവാ ആരാധനയാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെയും മുതിർന്നവരെയും നിരുപാധികം ബഹുമാനിക്കുക. ദിവസവും വീട്ടിൽ വിളക്കുവെച്ച് പ്രാർത്ഥിക്കുക. ഈ ചിട്ടകളൊക്കെ കൃത്യമായി പാലിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജിക്ക് പിന്നെ ഒരിക്കലും ഒരു തടസ്സവും ഉണ്ടാകില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പാരമ്പര്യം നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കും കൃത്യമായി പറഞ്ഞുകൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ കണ്ണു പൊട്ടാതെ അടുത്ത തലമുറയിലേക്കും എത്തുകയുള്ളൂ. പുരാണങ്ങളിൽ നിന്നുള്ള വളരെ രസകരമായൊരു കാര്യം നിങ്ങൾക്കറിയാമോ? സാക്ഷാൽ ഭഗവാന്റെ അവതാരങ്ങളായ ശ്രീരാമനും പരശുരാമനും പോലും അവരുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് അവരും കൃത്യമായ ഉപാസനകളും തപസ്സും അനുഷ്ഠിച്ചാണ് ആ പ്രതിസന്ധികളെ മറികടന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, അവതാരങ്ങൾക്ക് പോലും പ്രതിസന്ധികളെ മറികടക്കാൻ ആരാധനകൾ ചെയ്യേണ്ടി വന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്ന നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം. അപ്പോ നമ്മുടെ ഈ ഒരു വിശകലനം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. തലമുറകളുടെ ഈ വലിയ വിടവ് നികത്തുക എന്നത് തുടങ്ങുന്നത് വളരെ ചെറിയ ഒരു കാൽവെപ്പിലൂടെയാണ്. കുലദേവത എന്നത് നിങ്ങളുടെ കുടുംബമരത്തിന്റെ വേരുകളാണെങ്കിൽ നഷ്ടപ്പെട്ടുപോയ ആ വേരുകൾക്ക് വീണ്ടും ജീവൻ നൽകാൻ ഇന്ന് തന്നെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഓർക്കുക, നിങ്ങൾ കത്തിക്കുന്ന ആ ഒരു ചെറിയ നിലവിളക്കിന്റെ വെളിച്ചത്തിൽ നിന്നാകാം ഒരുപക്ഷെ വലിയ മാറ്റങ്ങൾ ആരംഭിക്കുന്നത്. ഈ വിശകലനം കണ്ടതിനും കേട്ടതിനും ഒരുപാട് നന്ദി. വീണ്ടും കാണാം.